വൈകുന്നേരം 5 മണിക്ക് പേട്ട ജംഗ്ഷനിൽ നിന്ന് സഹത്വം സ്വാഗതം ചെയ്യുകയാണ്. സൗണ്ട് പൊല്യൂഷൻ അതിപ്പോൾ പള്ളിക്കാരാണെങ്കിലും അമ്പലക്കാരാണെങ്കിലും ഏതൊരു കൾട്ട് ഗ്രൂപ്പാണെങ്കിലും പൊല്യൂഷൻ. ഹോൺ ഈസ് ഓൾസോ എ പൊല്യൂഷൻ. ഞാനൊരു പുറത്തുനിന്നൊരു കൾച്ചർ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഈ ഹോൺ അടിക്കുന്നത് വിദേശ നാടുകളിൽ മച്ച് മോർ ഡെവലപ്ഡ് ആയിട്ടുള്ള നാടുകളിലൊക്കെ അവരെ ചീത്ത വിളിക്കുന്നതിന് തുല്യമാണെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ ഹോൺ അടിക്കുന്നെങ്കിൽ നമ്മുടെ മുമ്പിൽ പോകുന്ന ആളെന്തോ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിനുള്ള ഒരു ഇൻഡിക്കേഷനാണ്. ഇൻഡിക്കേറ്റർ ഇടുമാമാ, അവൻ ഇൻഡിക്കേറ്റർ ഇടാനല്ലേ വലത്തോട്ട് പോകണമെന്ന് അറിയാൻ പറ്റൂ. അവിടെ നടന്നു കണ്ടല്ലോ, പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് ഓഫ് ഓട്ടോ മെമ്പേഴ്സ്. എല്ലാവരും അടച്ച് കുറ്റം പറയുന്നില്ല, എന്നാലും മെജോറിറ്റി ഹാസ് മോർ ദാൻ 90% ആൻഡ് അബവ്. റീസൺ പറയുന്നത് ചൂടാണ്, അന്നത്തിനുള്ള ഓട്ടം, അങ്ങനെ റീസൺസ് പലതും പറയാം. പക്ഷേ ആരെങ്കിലും വന്ന് തട്ടയോ എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ ആ വണ്ടി ഇടിച്ച് ഇന്നോവക്കാരൻ. എല്ലാ 5 വർഷം കൂടുമ്പോഴും ടെസ്റ്റ് ചോദിക്കണം, ആർ യു എലിജിബിൾ ടു ഡ്രൈവ് ആസ് പെർ ലോസ്. ആൻഡ് ആ ടെസ്റ്റിൻ്റെ പൈസയ്ക്ക് അല്ലാതെ കുറേ ഫൈനായിട്ട് വാങ്ങുന്നുണ്ടല്ലോ. അതല്ല, റോഡ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ലൈനൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത്. ബാക്കിലും കൂടെ ക്യാമറ വയ്ക്കണം, അടുത്ത കൊണ്ടുവന്ന് ചവിട്ടി ഇപ്പോൾ ജസ്റ്റ് മിസ്സിന്. .360 ക്യാമറ ആണെങ്കിൽ ബെറ്റർ, മച്ച് ബെറ്റർ. ഹെൽമെറ്റ് തലവേദനയാണ്, അലർജിയാണ്. പിന്നെ ക്യാമറയുടെ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷം അറിയാമല്ലോ, LDF വരെ എല്ലാം ശരിയാവും. നമുക്ക് പിന്നെ പെൻഷൻ കിട്ടാത്തതുകൊണ്ട് പെൻഷൻ കാശിൽ ക്യാമറ വാങ്ങാൻ പറ്റൂല. അല്ലാതെ യോജന, ആസാദി അതൊന്നുമില്ല. മിഡിൽ ക്ലാസ് അല്ലേ, പ്രിവിലേജ്ഡ് ഗ്രൂപ്പ് അല്ലല്ലോ. ക്യാമറ ഇരിക്കുന്നു മുകളിൽ, അടിപൊളിയായിട്ട് വെച്ചേക്കുന്നു. ഫ്രീ ലെഫ്റ്റ് ആണെന്നാ പറയുന്നത്. അഡ്വക്കേറ്റിൻ്റെ സ്റ്റിക്കറുള്ള വണ്ടിയാണ്. ഇതും നമ്മൾ നേരത്തെ കണ്ട ടൊയോട്ട, സെയിം ബട്ട് ഡിഫറെൻറ്റ്. നോ മണി നോ കാർ. ഗുഡ് ബോയ് സ്റ്റിൽ റിമെയിൻ സിംഗിൾ, ബാഡ് ബോയ് വിൽ ബി ബെസ്റ്റി. കറക്റ്റ് നൂല് പിടിച്ച് പോകുന്നുണ്ടാണ്.